കൊല്ലത്ത് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്ന് ഗവർണർ റോഡിലിറങ്ങി. പ്രതിഷേധത്തെ തുടർന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ ഇപ്പോഴും പ്രതിഷേധിക്കുന്ന രീതിയിൽ അവിടെ പുറത്തു തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, തിരുവനന്തപുരത്ത് എന്താണോ ഉണ്ടായത് അതിന്റെ ഒരു ആവർത്തനം എന്ന് തന്നെ പറയാം. കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നു. ഗവർണറുടെ പ്രതിഷേധം തുടരുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? കൊല്ലം നിലമേലാണ് നാടകീയ രംഗങ്ങൾ. ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി വീശുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായാണ് ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും പൊതുനിരത്തിൽ അവിടെ കസേരയിട്ട് ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരെ SFI കരിങ്കൊടി സമരവുമായി വരുമ്പോൾ ഗവർണറും അതേ നിലയിൽ തന്നെ പ്രതിഷേധിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് പാളയത്ത് SFI പ്രവർത്തകർ വാഹനത്തിൽ അടിച്ചപ്പോൾ പുറത്തിറങ്ങിയതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നിലമേലും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അദ്ദേഹം വിനോദ്, ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ പാളയത്തുണ്ടായത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ പാളയത്ത് കണ്ടത്. അത്തരം ഒരു സംഭവം കൊല്ലത്തുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ അടിക്കുകയോ അങ്ങനെ കേടുവരുത്തുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. മറിച്ച് വലിയ തോതിൽ പോലീസ് ഉണ്ടായിരുന്നിട്ട് കൂടി SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി വാഹനത്തിന് നേരെ ചാടി വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ക്ഷുഭിതനായാണ് ഗവർണർ പുറത്തിറങ്ങിയത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഗുണ്ടാപ്രയോഗം നടത്തി. ഇന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അദ്ദേഹം പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാനും ഗവർണർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം റോഡിൽ തന്നെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം, പൊതുനിരത്തിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. അദ്ദേഹം അവിടെ ഈ പോലീസിനെ ശകാരിച്ചു. പോലീസിന് നേരെ വലിയ ശകാരമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീണ്ടും വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള ആരോപണം ഗവർണർ ഉന്നയിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. SFI സമരങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. രേണുക, വിനോദ്, ഈ പാളയത്തുണ്ടായിട്ടുള്ള പ്രതിഷേധം, അതിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് ബഹളമുണ്ടാക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന്റെ വാഹനം നിർത്തേണ്ടി വരുന്ന തരത്തിൽ ഉള്ള സമരം അവിടെ നടന്നപ്പോൾ അതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതെ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം വിനോദിലേക്ക് എത്താം. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ് കൊല്ലത്ത് നടക്കുന്നത്. നിലമേൽ എന്ന സ്ഥലത്താണ് ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചതിൽ ഗവർണർ ഇപ്പോൾ തെരുവിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾ എന്ന് തന്നെ പറയാം. പോലീസിനോട് അദ്ദേഹം ക്ഷുഭിതനാകുന്നുണ്ട്. അദ്ദേഹം കുറച്ച് നാടകീയ രംഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടെ കസേരയിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നതാണ് കാണുന്നത്.
കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുക എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നത് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളോട് പോലും അദ്ദേഹം ക്ഷുഭിതനായി സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ അവരോട് സഹതാപമേ ഉള്ളൂ, അവർ പ്രതിഷേധിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ ഗവർണറാണ് ഇന്ന് അവർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുമ്പോൾ ഈ നിലയിലൊക്കെയുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിനോദ്, ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ച എന്ന ആരോപണം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ വിളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നതല്ലോ. അപ്പോൾ Why they were standing here when you were here? Action need to be taken against you. Yes. You are the culprit. No, I will not go. I will let Delhi know that you are organizing a type of ശരി, സുരക്ഷാ വീഴ്ച എന്ന ഒരു പ്രശ്നം തന്നെയാണ് ഗവർണർ ആവർത്തിക്കുന്നത്. അദ്ദേഹം അവിടെ തെരുവിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്, നടപടി ഉണ്ടാകാതെ മുന്നോട്ടില്ല എന്നാണ് പറയുന്നത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, എന്താണ് പോലീസ് എത്തിയിട്ടുള്ള തീരുമാനം? ഇവിടെ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? എന്താണ് അവിടുത്തെ സാഹചര്യം? പോലീസ് എങ്ങനെയാണ് ഇതിൽ നീങ്ങുന്നത്? എന്താണ് നിർദ്ദേശം അദ്ദേഹം പോലീസിന് കൊടുത്തിട്ടുള്ളത്? ഏതാണ്ട് 50ഓളം പേരാണ് അവിടെ പ്രതിഷേധിച്ചത്. ഇത്രയും ആളുകളെ തന്നെ പിടികൂടണമെന്ന ആവശ്യമാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അവിടെ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിന് നേരെയാണ് അദ്ദേഹത്തിന്റെ ആക്രോശം ഉണ്ടായത്. തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ തുടർച്ചയായ വീഴ്ച സംഭവിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മാത്രവുമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫുകളോട് പ്രധാനമന്ത്രിയെ വിളിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിച്ച് ഈ വിവരം ധരിപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ഇത്തരത്തിൽ തന്നെ കാറിൽ നിന്നിറങ്ങി ഗവർണർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹം പ്രോട്ടോകോളിന്റെ ഭാഗമായി അദ്ദേഹം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട്. ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമ്പോൾ ഗവർണർ ആ സ്ഥലത്ത് ആ നിലയിൽ തന്നെ പ്രതിഷേധിക്കരുത്, അതേ തരത്തിൽ പ്രതികരിക്കരുത് എന്ന നിലയിലൊക്കെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ അവരുടെ ഒരു ഭാഗം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഗവർണർ വീണ്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം ഈ റോഡരികിൽ നിന്നായിരുന്ന കരിങ്കൊടി കാണിക്കാനുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് വാഹനത്തിനടുത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഗവർണർ വാഹനത്തിന് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ SFI പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം ആക്രോശിക്കുകയും ചെയ്തു. പോലീസിന് നേരെയും ഗവർണർ തട്ടിക്കയറി തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിന് പങ്കെടുക്കുന്നതിന് ഗവർണർ എത്തിയിരുന്നു. എന്നാൽ മിനിറ്റുകൾ കൊണ്ട് അത് വായിച്ചു പോയി. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരേഡിലും മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലെത്തി സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലെത്തിയെങ്കിലും പരസ്പരം മുഖം കൊടുക്കാതെ ഇരുവരും അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പരസ്പരം സംസാരിക്കുകയോ മുഖത്ത് നോക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് കുറെ കാലങ്ങളായി തുടരുന്ന തർക്കം, ഗവർണറും സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു തർക്കം, അതിന്റെ തുടർച്ചയായി യൂണിവേഴ്സിറ്റികളിൽ ഗവർണർ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. അവിടെ തനിക്ക് ഇഷ്ടമുള്ളവരെ സെനറ്റിൽ ഉൾപ്പെടെ നിയമിക്കുന്നു. അധ്യാപക നിയമനങ്ങളിൽ ഗവർണർ ഇടപെടുന്നു. കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന ആരോപണം ഇടത് കേന്ദ്രങ്ങളും സർക്കാരും ഉന്നയിക്കുന്നു. ഗവർണർ തന്നെ അനാവശ്യ തസ്തികയാണെന്ന കാര്യം ഇടത് നേതാക്കളും മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നു.
ഇതിനിടയിലാണ് വീണ്ടും ഈ തർക്കം രൂക്ഷമായി തുടരുന്നത്. ഇന്ന് വീണ്ടും കാറിൽ നിന്നിറങ്ങി പ്രതിഷേധിക്കാനുള്ള തീർച്ചയായും വിനോദ്, തിരുവനന്തപുരത്തുണ്ടായതിനേക്കാൾ അതിരൂക്ഷമായ പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രീതിയിൽ ജനങ്ങളല്ല പ്രതിഷേധക്കാർക്കിടയിലേക്കൊക്കെ ഗവർണർ ഇറങ്ങിച്ചെന്ന് പോലീസിനെ ആകെ വലിച്ചിരിക്കുകയാണെന്ന് പറയാം. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ എന്താകും സാഹചര്യം എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. അപ്പോൾ അദ്ദേഹം പോലീസിനെ അനുസരിക്കുന്നില്ല, പോലീസിനോട് കൃത്യമായ നടപടികൾ ഉണ്ടാകാതെ അവിടെ നിന്ന് മടങ്ങുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച് അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്ത് പ്രതിസന്ധിയാണ് ഇത് ഉണ്ടാക്കുക? എന്താണ് പോലീസിന്റെ നീക്കം? മറ്റുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണോ പോലീസ് നടത്തുന്നത്? ഏത് തരത്തിലാണ് അനുനയ നീക്കങ്ങൾ അവിടെ നടക്കുന്നത്? ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച്. കാരണം പോലീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ആദ്യം തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധിച്ച സംഭവം, അതിൽ ഗുരുതരമായ ആരോപണമാണ് പോലീസിന് നേരെ ഉണ്ടായത്. അതായത് ഗവർണറുടെ റൂട്ട് തന്നെ ചോർച്ച നൽകുന്നു പ്രതിഷേധക്കാർക്ക്. അത് പോലീസിനുള്ളിൽ നിന്ന് തന്നെയാണ് SFIക്കാർക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർച്ച നൽകുന്നതെന്ന ഗുരുതരമായ ആരോപണം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നതാണ്. ഒരുപക്ഷെ വീണ്ടും ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇടുക്കിയിൽ ഗവർണർ സന്ദർശിച്ച സമയത്ത് അവിടെ അന്ന് LDFന്റെ ഹർത്താൽ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലായി കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. അപ്പോഴെല്ലാം ഗവർണർ അവരെ കൈവീശി കാണിച്ച് ആ വഴിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രകോപിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് തീർത്തും വ്യത്യസ്തമായ നിലയിൽ ഇടുക്കിയിലുണ്ടായിരുന്ന സാഹചര്യത്തിന് വ്യത്യസ്തമായ നിലയിൽ തന്നെ തീർത്തും നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നിലമേൽ സംഭവിക്കുന്നത്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും റോഡരികിൽ കുത്തിയിരിക്കുകയും ചെയ്യുന്നു. 50ഓളം പേരാണ് കരിങ്കൊടി കാണിച്ചത്. ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിന്റെ സേവനം അത് ഒരുപക്ഷെ രാജ്ഭവൻ തേടാനുള്ള സാധ്യതയുണ്ട്. ഗവർണർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് സമരം മാറുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞത് ജനാധിപത്യം കൃത്യമായി ആരോഗ്യകരമാകണം, അത് കായികമായി ആളുകളെ നേരിടുന്ന നിലയിലേക്ക് മാറരുത് എന്ന് കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം പ്രസംഗിച്ചതാണ്. തൊട്ടടുത്ത ദിവസമാണ് SFIയുടെ പ്രതിഷേധം ഇപ്പോൾ നിലമേൽ ഉണ്ടായിരിക്കുന്നത്. രേണുക, തീർച്ചയായും അദ്ദേഹം അവിടെ തുടരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ആകെ വലയുന്ന സാഹചര്യം എന്ന് തന്നെ പറയാം. മുഴുവൻ ആളുകൾക്കെതിരെയും പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കെതിരെയും നടപടി ഉണ്ടാകാതെ അവിടെ നിന്ന് മടങ്ങില്ല എന്ന ഒരു തീരുമാനമാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇതിനോടകം ചിലരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരങ്ങളുണ്ട്. എങ്കിൽ പോലും മുഴുവൻ ആളുകൾക്കുമെതിരെ നടപടി ഉണ്ടാകാതെ അവിടെ നിന്ന് പിന്തിരിയില്ല, മടങ്ങില്ല എന്നതാണ് ഗവർണറുടെ നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾക്കാണ് കൊല്ലം നിലമേൽ സാക്ഷ്യം വഹിച്ചത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഗവർണർക്ക് നേരെ SFI പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്ന സുരക്ഷ എന്തുകൊണ്ട് തനിക്കില്ല എന്ന ഒരു ചോദ്യം ഉയർത്തിയാണ് ഗവർണർ ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ക്ഷുഭിതനായി സമരക്കാർക്ക് നേരെ പോലും അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസുകാരെ ശകാരിക്കുന്നു. എന്തുകൊണ്ട് പോലീസിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ സമരക്കാർക്ക് ചോർത്തിക്കൊടുക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉള്ളത്. മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടല്ല പോലീസ് തന്നോട് സ്വീകരിക്കുന്നത്, തന്റെ സുരക്ഷയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നതാണ് ഗവർണറുടെ ആരോപണം. ഒരു ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ സമരക്കാരെ വളരെ നിസ്സാരക്കാരായി കണ്ട് തള്ളിക്കളയുന്ന ഗവർണർ ഇന്ന് വളരെ പ്രകോപിതനായി വാഹനത്തിൽ നിന്ന് ഇറങ്ങി സമരക്കാർക്കെതിരെയൊക്കെ ക്ഷോഭിച്ചുകൊണ്ട് അവർക്കടുത്തേക്കൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ നാടകീയത ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം തെരുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുഴുവൻ ആളുകൾക്കെതിരെയും നടപടിയെടുക്കാതെ പിന്നോട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും ഗവർണർ സർക്കാർ പോലും അതിന്റെ അങ്ങേയറ്റം മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. നമ്മൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ കണ്ടത് മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ ചുരുക്കം വാക്കുകളിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി ഗവർണർ മടങ്ങുന്നതാണ്. അത് റിപ്പബ്ലിക് ദിനത്തിന് പരേഡിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയപ്പോൾ ആ സദസ്സിലും അത് ആവർത്തിച്ചതാണ്. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ മുഖം കൊടുക്കാതെ സംസാരിക്കാതെ, പക്ഷേ അവിടെ പരേഡ് കാണാൻ എത്തിയവരോടൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഗവർണർ പോകുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാരുമായി യുദ്ധപ്രഖ്യാപനത്തിൽ തന്നെയാണ് ഗവർണർ എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾ ഗവർണറെ ഇനി കൂടുതൽ പ്രകോപിപ്പിക്കാനില്ല, അതിൽ കൂടുതലൊന്നും പറയാനില്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് പറയുമ്പോൾ പോലും ചില മന്ത്രിമാർ രൂക്ഷമായി ചില പ്രതികരണങ്ങൾ നടത്താൻ LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ തയ്യാറായത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ അങ്ങേയറ്റം
നാടകീയ രംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു തെരുവിൽ സമരക്കാരോട് നേരിടേണ്ടുന്ന അല്ലെങ്കിൽ അവരെ റോഡിലിറങ്ങി നേരിടുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഗവർണർ എത്തുന്നു എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനക്കേടാണ്, മാനക്കേടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ രണ്ടാമതും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യും? ഇപ്പോൾ അദ്ദേഹം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു എന്ന സാഹചര്യം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ഇടപെടൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രേണുക, ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഗവർണറോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് അദ്ദേഹം തുടരുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ബോസാണ്, പോലീസിനോട് പറഞ്ഞത് നിങ്ങളുടെ ബോസാണ് ഇതിന് ഉത്തരവാദി. അതായത് മുഖ്യമന്ത്രിയെ തന്നെയാണ് ഗവർണർ ലക്ഷ്യം വെക്കുന്നത്. പലപ്പോഴും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതല്ലാതെ അല്ലെങ്കിൽ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുന്നതല്ലാതെ കൂടുതൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഗവർണർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്ന സുരക്ഷ തനിക്ക് ഒരുക്കുന്നില്ല എന്ന ചോദ്യം മാത്രവുമല്ല, പല തവണയായി ഒരുപക്ഷെ രാജ്ഭവൻ തന്നെ കേന്ദ്ര സേനകളുടെ സേവനം തേടിയേക്കുമെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഗവർണർക്ക് നേരെ സമരമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജ്ഭവന് നേരെയുള്ള സമരങ്ങൾ ഉണ്ടായ സമയത്തൊക്കെയും ഒരുപക്ഷെ CRPFന്റെ ഉൾപ്പെടെ സേവനം രാജ്ഭവൻ തേടിയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ ഗതി എന്ന് നമുക്ക് പറയുക വയ്യ. കാരണം ഗവർണർ അത്രമാത്രം പ്രകോപിതനായിരിക്കുന്നു. അദ്ദേഹം തുടർച്ചയായി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി SFIക്കാരെ ശരി വിനോദ്, ഒന്ന് തുടരുക. ഇപ്പോൾ